ഹലോ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 50 കളക്റ്റീവ് നൗണാണ്. നമ്മളുടെ 500 നൗൺ പഠിക്കാനുള്ള സീരീസിലെ 5ാമത്തെ പാർട്ടാണ്. അപ്പോൾ ഈ കളക്റ്റീവ് നൗൺ എന്താണെന്നുള്ളൊരു ഡിസ്ക്രിപ്ഷൻ ഞാൻ അവിടെ കൊടുക്കുന്നുണ്ട്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്ക് 5 ഇൻഡിവിജ്വൽ സ്പീക്കിംഗ് പ്രാക്ടീസ് നിങ്ങൾ വാട്സപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. താങ്ക് യു സോ മച്ച്. അപ്പോൾ കളക്റ്റീവ് നൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വേർഡ് ഒരു ഗ്രൂപ്പ് ഓഫ് എനിമലിനെയോ അല്ലെങ്കിൽ മനുഷ്യന്മാരെയോ സാധനങ്ങളെയോ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു വേർഡിനെയാണ് കളക്റ്റീവ് നൗൺ എന്ന് പറയുന്നത് കേട്ടോ. എ ടീം ഓഫ് പ്ലെയേഴ്സ് കളിക്കാരുടെ ഒരു സംഘം. എ ക്രൂ ഓഫ് സെയിലേഴ്സ് നാവികരുടെ സംഘം. എ ബാൻഡ് ഓഫ് മ്യൂസീഷ്യൻസ് സംഗീതജ്ഞരുടെ സംഘം. എ കൊയർ ഓഫ് സിംഗേഴ്സ് ഗായകരുടെ ഗണം. എ ക്ലാസ് ഓഫ് സ്റ്റുഡൻസ് വിദ്യാർത്ഥികളുടെ ക്ലാസ്. എ ക്രൗഡ് ഓഫ് പീപ്പിൾ ജനക്കൂട്ടം. എ ഗാങ് ഓഫ് തീവ്സ് കള്ളന്മാരുടെ കൂട്ടം. എ പാനൽ ഓഫ് എക്സ്പേർട്സ് വിദഗ്ധരുടെ സമിതി. എ ട്രൂപ്പ് ഓഫ് ഡാൻസേഴ്സ് നർത്തകരുടെ സംഘം. എ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഡയറക്ടർമാരുടെ ബോർഡ്. എ പ്രൈഡ് ഓഫ് ലയൺസ് സിംഹങ്ങളുടെ കൂട്ടം. എ പാക്ക് ഓഫ് വൂൾഫ്സ് ചെന്നായ്ക്കളുടെ കൂട്ടം. എ ഹേർഡ് ഓഫ് എലഫൻറ്റ്സ് ആനക്കൂട്ടം. എ ട്രൂപ്പ് ഓഫ് മങ്കീസ് കുരങ്ങന്മാരുടെ കൂട്ടം. എ മോബ് ഓഫ് ക്രൗസ് കാക്കകളുടെ കൂട്ടം. എ ലീപ്പ് ഓഫ് ലെപ്പേർഡ്സ് പുള്ളിപ്പുലികളുടെ കൂട്ടം. എ പാർലമെൻറ്റ് ഓഫ് ഔൾസ് മൂങ്ങകളുടെ കൂട്ടം. എ ടവർ ഓഫ് ജിറാഫ്സ് ജിറാഫുകളുടെ കൂട്ടം. എ പോഡ് ഓഫ് ഡോൾഫിൻസ് ഡോൾഫിനുകളുടെ കൂട്ടം. എ സ്ട്രീക്ക് ഓഫ് ടൈഗേഴ്സ് കടുവകളുടെ കൂട്ടം. എ ഹേർഡ് ഓഫ് കാറ്റിൽ പശുക്കളുടെ കൂട്ടം. എ ഫ്ലോക്ക് ഓഫ് ഷീപ്സ് ആടുകളുടെ കൂട്ടം. എ ഫ്ലോക്ക് ഓഫ് ബേർഡ്സ് പക്ഷികളുടെ കൂട്ടം. എ ഗാഗിൾ ഓഫ് ഗീസ് താറാവുകളുടെ കൂട്ടം. എ ലിറ്റർ ഓഫ് പപ്പീസ് നായ്ക്കുട്ടികളുടെ കൂട്ടം. എ കോളനി ഓഫ് ആൻഡ്സ് ഉറുമ്പുകളുടെ കൂട്ടം. എ സ്വാം ഓഫ് ബീസ് തേനീച്ചകളുടെ കൂട്ടം. എ സ്കൂൾ ഓഫ് ഫിഷ് മീനുകളുടെ കൂട്ടം. എ ബ്രൂഡ് ഓഫ് ചിക്കൻസ് കോഴിക്കുഞ്ഞുങ്ങളുടെ കൂട്ടം. എ ക്ലച്ച് ഓഫ് ചിക്സ് കുഞ്ഞുങ്ങളുടെ കൂട്ടം. എ ബൊക്കെ ഓഫ് ഫ്ലവേഴ്സ് പൂച്ചെണ്ട്. എ ബഞ്ച് ഓഫ് ഗ്രേപ്സ് മുന്തിരിക്കുല. എ ഫ്ലീറ്റ് ഓഫ് ഷിപ്സ് കപ്പലുകളുടെ വ്യൂഹം. എ കോൺസ്റ്റലേഷൻ ഓഫ് സ്റ്റാർസ് നക്ഷത്രഗണം. എ ലൈബ്രറി ഓഫ് ബുക്സ് പുസ്തകശേഖരം. എ ഡെക്ക് ഓഫ് കാർഡ്സ് ചീട്ടുകെട്ട്. എ സെറ്റ് ഓഫ് ടൂൾസ് ഉപകരണങ്ങളുടെ സെറ്റ്. എ റേഞ്ച് ഓഫ് മൗണ്ടൻസ് മലനിരകൾ. എ സ്ട്രിങ് ഓഫ് പേൾസ് മുത്തുമാല. എ സ്റ്റാക്ക് ഓഫ് പേപ്പേഴ്സ് കടലാസുകളുടെ കൂമ്പാരം. എ ഗാലക്സി ഓഫ് സ്റ്റാർസ് നക്ഷത്രക്കോടികൾ. എ ചെയിൻ ഓഫ് ഐലൻഡ്സ് ദ്വീപു ശൃംഖല. എ ഗ്രൂവ് ഓഫ് ട്രീസ് വൃക്ഷക്കൂട്ടം. എ ചെസ്റ്റ് ഓഫ് ട്രഷേഴ്സ് നിധിപ്പെട്ടി. എ കളക്ഷൻ ഓഫ് സ്റ്റാമ്പ്സ് തപാൽ സ്റ്റാമ്പ് ശേഖരം. എ സീരീസ് ഓഫ് ഇവൻറ്റ്സ് സംഭവ പരമ്പര. എ ചെയിൻ ഓഫ് സ്റ്റോറീസ് കഥകളുടെ ശൃംഖല. എ ക്ലൗഡ് ഓഫ് ഡസ്റ്റ് പൊടിപടലം. എ ബാസ്ക്കറ്റ് ഓഫ് ഫ്രൂട്ട്സ് പഴക്കൊട്ട. എ വേവ് ഓഫ് ഇമോഷൻ വികാര തിരമാല. എ ടീം ഓഫ് പ്ലെയേഴ്സ് കളിക്കാരുടെ സംഘം. കളക്റ്റീവ് നൗൺ 50 നമ്മളിവിടെ പഠിക്കാൻ നോക്കി. അതിൻ്റെ സൈഡിൽ ഇംഗ്ലീഷിൽ അതിൻ്റെ അപ്പുറത്ത് അതിൻ്റെ ഒരു എന്താ പറയുക കോമൺ നൗൺ ജസ്റ്റ് ഞാനൊന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതും ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ കളക്റ്റീവ് നൗൺ നമ്മൾ പഠിച്ചിരിക്കണം. നമുക്ക് കുറേ കാര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ ഫ്ലുവൻ്റ് ആവണമെങ്കിൽ നമ്മൾ മിനിമം ഒരു 500 എങ്കിലും നൗൺസിനെ കുറിച്ച് അറിവുണ്ടായിരിക്കണം. അതുപോലെ തന്നെ മറ്റ് പല കാര്യങ്ങളും, അതായത് ഇംഗ്ലീഷിൻ്റെ വൊക്കാബുലറി ബിൽഡ് ചെയ്യണം കേട്ടോ ഫസ്റ്റ് ഓഫ് ഓൾ. അതിൻ്റെ ഒപ്പം തന്നെയാണ് നമ്മളുടെ ഗ്രാമറും സ്പീക്കിംഗ് പ്രാക്ടീസൊക്കെ വരണത്. അപ്പോൾ വൊക്കാബുലറി ബിൽഡ് ചെയ്യാൻ നിങ്ങളൊന്ന് നല്ലോണം ശ്രമിക്കുക. എന്തെങ്കിലും സ്പീക്കിംഗ് പ്രാക്ടീസ് ആവശ്യമുണ്ടെങ്കിൽ നമ്മളുടെ ഈ നമ്പറിൽ ഒന്ന് വിളിക്കണം കേട്ടോ. താങ്ക് യു സോ മച്ച്.